ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വേണുചേട്ടൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ എല്ലാവരും എക്കാലവും ഓർക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു വിട പറയും മുമ്പേ എന്ന ചിത്രത്തിലേത്. ആ കഥാപാത്രത്തെ നമുക്ക് സമ്മാനിച്ച ആ ചിത്രത്തിൻ്റെ സംവിധായകൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. മലയാള സിനിമയ്ക്ക് ഒട്ടേറെ കുലീന കുടുംബ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് അവതരിപ്പിച്ച ആ പ്രമുഖനായ സംവിധായകൻ ശ്രീ മോഹൻ. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ മോഹൻ. ശ്രീ പ്രേംനസീർ ഒരു താരമായി മലയാള സിനിമയിൽ കത്തി നിന്ന ഒരു കാലത്താണ് സർ വേണുചേട്ടനെ നായകനായി അവതരിപ്പിച്ചുകൊണ്ട് വിട പറയും മുമ്പേ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിൽ വേണുചേട്ടൻ്റെ ആ സെൻട്രൽ ക്യാരക്ടറിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ മറ്റൊരു വേഷമായിരുന്നു ശ്രീ പ്രേംനസീർ അഭിനയിച്ചത്. എന്താണ് അങ്ങനെ ഒരു സ്റ്റാർ കാസ്റ്റ് നടത്താനുള്ള? എൻ്റെ അന്നത്തെ ഒരു സ്റ്റൈലും ഇന്നത്തെ ഒരു സ്റ്റൈലും കഥാപാത്രത്തിന് പറ്റിയ ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സബ്ജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് വേണുവിനെ എനിക്ക് പരിചയമില്ല. അതുവരെ സാറിൻ്റെ മറ്റു ചിത്രങ്ങൾ അഭിനയിച്ചിട്ടില്ല. ശരി. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോൺ പോളാണ് വേണുവിനെ എന്നെ അടുത്ത് നിർദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ വേണുവിനെ കണ്ടിട്ടില്ല. അത് പറഞ്ഞു കേട്ടതിന് ശേഷം ഞാൻ വേണുവിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. വളരെ ആപ്റ്റാണെന്ന് ഉള്ളൊരു ആർട്ടിസ്റ്റാണെന്നുള്ള കാര്യത്തിന് എനിക്ക് ധൈര്യം വന്നു. ഇദ്ദേഹത്തിനെ നേരിട്ടൊന്ന് കാണാനുള്ളൊരു സന്ദർഭം ഉണ്ടായി. കണ്ടു. വേറെ ഒന്നും പ്രത്യേകിച്ച് സംസാരിച്ചില്ല. അതിൻ്റെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മനുഷ്യൻ തന്നെയാണ് ഈ കഥാപാത്രം ചെയ്യേണ്ടത്. ഏതാണ്ട് ഈ വിട പറയും മുമ്പേ എന്ന് പറഞ്ഞ സിനിമ വരുന്നതിന് മുമ്പ് കാലം വരെ ഞാനിങ്ങനെ ബസ്സിൽ പോവുകയും ട്രെയിനിൽ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം ഒന്നാമത് സിനിമാക്കാരെ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ആൾക്കാർ. ഇല്ലില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്വകാര്യം. പക്ഷേ ഈ സിനിമ വന്നതോടുകൂടി താരപരിവേഷം കംപ്ലീറ്റ് പോയി. കാരണം ഈ കണ്ണും മൂക്കും വായും നഖങ്ങൾ വരെ ആൾക്കാർക്ക് തിരിച്ചറിയാവുന്ന പരുവത്തിൽ ആയി. അങ്ങനെ ആ സിനിമ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സിനിമയാണല്ലോ. ഇപ്പം ഞാൻ ആലോചിക്കുകയാണെങ്കിൽ കറക്റ്റ് ഈ 9 ചിത്രങ്ങളിലും വേണു ചെയ്ത ക്യാരക്ടർ അതിന് പകരം വേറൊരാളെന്ന് പറഞ്ഞിട്ടൊരാളെ എനിക്ക് ആലോചിക്കാനേ പറ്റില്ല. തീർച്ചയാണ്. എൻ്റെ ഈ 8-9 പടങ്ങളിൽ ചില പടങ്ങൾ റീമേക്കിന് വേണ്ടിയിട്ട് ചില പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ പ്രോജക്റ്റൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ കാരണം വേണു ചെയ്ത ക്യാരക്ടർ വേറെ ലാംഗ്വേജിൽ ആര് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാരണം കൊണ്ടാണ് പല പ്രോജക്റ്റുകളും ഞാൻ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏതൊക്കെ സിനിമയായിരുന്നു സാർ? അല്ല, അത് ഇപ്പോൾ വിട പറയും തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, രചന ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വെച്ചാൽ ഒരു വളരെ മലയാളിത്വം ഇല്ലാത്ത പടങ്ങളാണ് അതൊക്കെ. ഏത് ലാംഗ്വേജിലും എടുക്കാം. വിട പറയും മുമ്പേ എടുക്കാം, രചന എടുക്കാം. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ വേണുചേട്ടൻ ശരിക്കും ഇവിടെ പറയും മുമ്പേ കഴിഞ്ഞ ഉടനെ പിന്നെ വേണുചേട്ടൻ സ്റ്റാർ ആയല്ലോ, സൂപ്പർ സ്റ്റാർ പദവിയായിരുന്നു വേണുചേട്ടൻ. അപ്പോൾ അങ്ങനെ നെടുമുടി വേണു എന്ന നടന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കഥാപാത്രങ്ങളാണോ ഇത്? അതോ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടായപ്പോൾ അതിൽ വേണുചേട്ടനെ കാസ്റ്റ് ചെയ്യാം? എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ ഉണ്ടായി വന്നപ്പോൾ വേണുവിനെ കാസ്റ്റ് ചെയ്തതാണ്. ശരി. അതിൽ 1-2 പടങ്ങൾ വേണുവിൻ്റെ സബ്ജക്റ്റ് ഞങ്ങൾ തമ്മിൽ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തൊക്കെ ചെയ്തിട്ടുള്ള പടങ്ങളാണ് തീർത്ഥം, ശ്രുതി. അങ്ങനെ ഒരു അവധിക്കാലത്ത്. നന്ദി മോഹൻ സാർ. താങ്ക് യു.